ശക്തിഹൃഷാം, അവരുടെ ശാരീരികമായിട്ടുള്ള ശക്തി എന്ന് പറഞ്ഞത് എന്താണ്, നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്, നമുക്കറിയാം. പിന്നെ അശ്രദ്ധധാനാം, ശ്രദ്ധയില്ല, ഫെയ്ത്ത് ഇല്ല, വിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. 3 നിസ്സത്വാൻ, അവർക്ക് സത്വഗുണമൊന്നും ഇല്ലാത്തതിനാൽ എപ്പോഴും അക്ഷമരായ ആൾക്കാരാണ്. 4 ദുർമേധാൻ, മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി, അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ബുദ്ധി കുറഞ്ഞ ആൾക്കാരാണ്. പിന്നെ എന്താണ്, ഹ്രഷിത ആയുഷ, എന്താണ്, നമ്മുടെ ആയുസ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ലൈഫ് അത് വളരെ ചെറുതാണ്. പിന്നെ ഏറ്റവും അവസാനം ഇതിനെല്ലാം മാറ്റുകൂട്ടാൻ എന്നതുപോലെ ദുർഭാഗാൻ, ഭാഗ്യമില്ലാത്തവരാണ്. നേരത്തെയും ഇവര്, അതായത് സൂതഗോസ്വാമിയുടെ മുന്നിൽ ഋഷിമാരും ഈ പ്രകാരം പറഞ്ഞിരുന്നു. പ്രായണ അല്പായുഷ സഭ്യ കലൗവസ്മിൻ യുഗേ ജന മന്ദ സുമന്ദമഠയ മന്ദഭാഗ്യ ഹി ഉപദ്രുത എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ വീണ്ടും കലിയുഗത്തിലെ ക്വാളിറ്റീസിനെ കുറിച്ച് വീണ്ടും അവർ തന്നെ പറയുകയാണ്. അല്ല, സൂതഗോസ്വാമി അവരോട് പറയുകയാണ്. ഈ ഒരു അവസരത്തിലാണ് വ്യാസദേവൻ ചിന്തിച്ചത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആര് ചിന്തിക്കുന്നു? വ്യാസദേവൻ ചിന്തിക്കുന്നു. വ്യാസദേവൻ എന്ന് പറയുന്നത് എല്ലാ സത്വഗുണത്തില് മുൻപന്തിയിൽ നിൽക്കുന്ന ഭക്തന്മാരുടെയും റെപ്രസെന്റേറ്റീവ് ആണ്, അതായത് പ്രതിനിധിയാണ്. എന്താണ് ഈ പ്രതിനിധി ചെയ്യുന്നത്? പ്രതിനിധിക്ക് ആ പരിശുദ്ധ ഭക്തന് സ്വന്തം ഭക്തിയെ പരിപോഷിച്ചാൽ മതി. തിരികെ ഭൗതിക ലോകത്ത് നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. അയാൾക്ക് ഇനി ഒരാളെ സഹായിച്ചില്ലെങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം അല്ലേ, അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരായിട്ടുള്ള ആൾക്കാരല്ല, നിസ്വാർത്ഥരായിട്ടുള്ള ആൾക്കാരാണ്. കാരണം എന്താണ്, എല്ലാ ഭൗതിക ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാണെന്നും ഓരോ ജീവാത്മാവിനും തിരികെ ഭഗവാന്റെ അടുത്തെത്താൻ തനിക്കുള്ളതുപോലെ തന്നെ അവകാശമുണ്ട് എന്നും ഇപ്പോ അത് അവർ മറന്നു പോയിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ട് ഉഴറിക്കൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരത്തെ മുതലാക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ആര് ഒന്നും ചെയ്യുന്നില്ല, ജീവാത്മാക്കൾ ഒന്നും ചെയ്യുന്നില്ല എന്നും ഒരേ ഒരു വഴിയേ ഇതിനുള്ളൂ, തിരികെ ആ ഒരു ബന്ധത്തെ കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അത് ഭഗവാൻ തന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി, കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നിസ്വാർത്ഥരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ബാക്കിയുള്ള ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യും. അവർക്ക് ഭൗതിക ലോകത്തില് നേടാവുന്നതിൽ അപ്പുറമുള്ള ഭൗതിക ലോകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ആധ്യാത്മിക ജ്ഞാനത്തിനെ നമുക്ക് നേടാൻ പറ്റുകയില്ല. ആധ്യാത്മിക ജ്ഞാനം നൽകണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം മൂലം ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ വേണം. അല്ലാതെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ആധ്യാത്മിക ജ്ഞാനം നേടാൻ കഴിയുകയില്ല. അപ്പൊ അങ്ങനെ ഈ വ്യാസദേവനെ ഇവിടെ ആരാണ്, എല്ലാ സത്വഗുണത്തിലുള്ള, വിശുദ്ധ സത്വഗുണത്തിലുള്ള എല്ലാ പരിശുദ്ധ ഭക്തന്മാരുടെയും എന്താണ്, റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനാ തീര വനചാരി യമുനാ തീര വനചാരി जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी हरे कृष्णा
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ് ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव ഹരേ കൃഷ്ണ. നമ്മൾ കാണാൻ പോകുന്നത് 20ാമത്തെ ശ്ലോകമാണ്. ഒന്നാമത്തെ ക്യാൻട്ടോ 4ാമത്തെ അധ്യായം 20th ശ്ലോക. വ്യാസദേവൻ ഈ ഒരു പ്രത്യേക സ്വഭാവ വിശേഷങ്ങൾ ഉള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ക്ഷേമ പ്രവർത്തനമാണ് ചെയ്തത് എന്ന് നോക്കാം നമുക്ക്. അനുഷ്ടുപ് ഛന്ദസ് അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞസന്ധത്यै വേദം ഏകം ചതുർവിധം. ഇത് നമ്മൾ കഴിഞ്ഞ തവണ വായിച്ചു, എന്നാലും നമുക്കൊന്നും കൂടി വായിക്കാം. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞസന്ധ്യത്यै വേദം ഏകം ചതുർവിധം. ചാതുർഹോത്രം കർമ്മശുദ്ധം പ്രജാനാം വീക്ഷ്യ വൈദികം വ്യദധാത് യജ്ഞസന്ധ്യത്यै വേദം ഏകം ചതുർവിധം. എന്താണ് സാക്രിഫൈസസ് എന്ന് പറയുന്നത്? യജ്ഞങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയാണ്? കർമ്മത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? വൈദിക ഗ്രന്ഥങ്ങളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഈ വേദങ്ങളിലെ ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ, അതായത് ജനങ്ങൾ വേദങ്ങൾ എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? അവരുടെ അസ്തിത്വത്തിനെ ശുദ്ധീകരിച്ച് അവരെ തിരികെ ആധ്യാത്മിക ലോകത്തിലേക്ക് പുരോഗതി, അതായത് തിരികെ പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് വൈദിക സാഹിത്യങ്ങൾ വന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്നത്. വേറെ ഒരു ഉപയോഗം അതിന് ഇല്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനെ വേദങ്ങളെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം എന്ന പേരിൽ ഒരുപാട് കാര്യങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? വേദങ്ങൾ ഒരു പ്രത്യേക ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിരക്തിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, എല്ലാ ജനസമൂഹത്തിനും വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഈ ജനസമൂഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവക്കാർ മാത്രമല്ലല്ലോ, എല്ലാ തരത്തിലുമുള്ള സ്വഭാവക്കാരുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ എല്ലാമുള്ള ആൾക്കാരുണ്ട്. അതിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതിലും നീചമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട്. എല്ലാവരെയും അഡ്രസ് ചെയ്യേണ്ടത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടത് കൊണ്ട് തന്നെ വേദങ്ങൾക്ക് ഈ പ്രകാരം എന്താണ്, അതിനകത്ത് ഈ പ്രകാരം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അവരവരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ച് ഈ താഴത്തെ ഇപ്പൊ അവര് നിൽക്കുന്ന ഏത് പടിയാണോ അതിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് വേദങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുമുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. കോൺട്രഡിക്ടറി, അതായത് ഇത് വിരോധമല്ലേ എന്ന് തോന്നുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടേക്കാം. അതിന്റെ ബേസിസ് അല്ലെങ്കിൽ കാരണം എന്താണ്? ഒന്ന്, പലതരത്തിലുമുള്ള ജനങ്ങൾ ഉള്ളത് കൊണ്ട് സ്വഭാവ വിശേഷങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളുള്ള ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് അവർക്ക് എല്ലാം ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ
ഒരേ ഒരു ടൈറ്റിലുള്ള ഒരു ടീഷർട്ട് എടുക്കാൻ പോവുകയാണ്. ഒരേ ഒരു സൈസ് മാത്രം, എക്സൽ സൈസ് മാത്രം. സ്മോൾ ഇല്ല, ലാർജ് ഇല്ല, മീഡിയം ഇല്ല, ഡബിൾ എക്സൽ ഇല്ല, ട്രിപ്പിൾ എക്സൽ ഇല്ല, ഒന്നുമില്ല. ഒരേ ഒരു സൈസ് മാത്രം. ആ സൂപ്പർ മാർക്കറ്റിൽ പിന്നെ നിങ്ങൾ പോവില്ല, കാരണം നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. നിങ്ങളുടെ സൈസ് എക്സൽ അല്ലെങ്കിൽ ലാർജ് അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ, സ്മോൾ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ എക്സൽ മറ്റേ ടീഷർട്ട് മാത്രം ഇടുക? നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല അല്ലേ? ഒരു വല്ലാത്ത ബുദ്ധിമുട്ടേറിയ സന്ദർഭമായിരിക്കും. വേദങ്ങളും അതുപോലെ തന്നെയാണ്. നമ്മളുടെ സൈസ് മീഡിയം, ഇനിയുള്ള ആളുടെ സൈസ് ലാർജ്, ഇനിയുള്ള ആളുടെ സൈസ് എക്സൽ, ഇതൊക്കെ വേദങ്ങളില് ഈ എല്ലാത്തിനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്തിനാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്? ഏതാണോ നമ്മുടെ ലെവൽ, ഞാനിപ്പോ ഏത് നിലയിലാണോ നിൽക്കുന്നത്, ഒരു പടി കൂടി എന്നെ ഉയർത്തുക, ആ നിലയിൽ നിന്നും വീണ്ടും എന്നെ ഉയർത്തുക. അങ്ങനെ ഏറ്റവും അവസാനം എന്താണ്? വേദൈശ്ച സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവേദ് ഏവ ചാഹം. വേണ്ടിയിട്ടാണ്. ഇനി ആ വേദങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. വേദങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്ന ഒരു സമയമാണ്. കാരണം ബൗദ്ധികമായി ഉയർന്ന നിലവാരത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. വേദഗുഹ്യം എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. വേദങ്ങളിൽ ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലരും നമ്മളോട് ചോദിക്കും, വേദങ്ങളിൽ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ വേദഗുഹ്യാനി എന്നാണ് നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞത്. വേദങ്ങളിൽ ഗുഹ്യമായി മാത്രം പറഞ്ഞിരിക്കുന്നു. കാരണം ഭഗവാൻ എല്ലാവർക്കും വെളിവാക്കപ്പെടുകയില്ല. അവരുടെ അവബോധം അനുസരിച്ച് ഭഗവാനെ വെളിവാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹം വെളിവാകുകയുള്ളൂ. അതാണ് വേദഗുഹ്യാനി എന്ന് പറയുന്നത്. വേദങ്ങൾ മുഴുവൻ പഠിച്ചാലും ഭഗവാനെ മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. എന്താണ്? ഭക്ത്യാ മാം അഭിജാനാതി, അതായത് ഭക്തി കൊണ്ടാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നു. ഇനി സാധാരണ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകണ്ടേ? ഇനി അത് മാത്രമല്ല, ആ വേദങ്ങളെ ഇനി അടുത്ത തലമുറയിലേക്ക് പകരുകയും വേണം. വ്യതഥാത് യജ്ഞ സന്തതിയായി. സന്തതി എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തതി എന്ന് പറഞ്ഞാൽ പ്രൊജനിങ്, അതായത് മക്കൾ. ഇപ്പോ വേദങ്ങളെ എങ്ങനെയാണ്, വേദങ്ങളുടെ സന്തതി എന്ന് പറയുന്നത് എന്താണ്? അതിനെ പ്രചരിപ്പിക്കുക എന്നാണ് അർത്ഥം. നോക്കൂ, ഇവിടെ സന്തത്യേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുക എന്നാണ്. സന്തതി എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ചെയ്ത സാധനം എന്നാണ് അർത്ഥം. സോ അപ്പൊ ഈ സാക്രിഫൈസിനെ കുറിച്ചും കർമ്മശുദ്ധീകരണത്തിനുള്ള ചതുർഹോത്രത്തെ കുറിച്ചും എല്ലാം പറഞ്ഞിരിക്കുന്ന വേദങ്ങളെ എന്താണ് അദ്ദേഹം ചെയ്തത്? അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാൻ, എല്ലാവരിലും എത്തിക്കാൻ, എല്ലാവർക്കും അതിന്റെ ബെനഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വേദങ്ങളെ നാലായി തിരിച്ചു. വേദം ഏകം, ആദ്യം വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചതുർവേദം എന്ന രീതിയിൽ അതിനെ അദ്ദേഹം വിഭജിച്ചു. വേദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ വേദം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. ബ്രഹ്മദേവനാണ് അതിന്റെ റിസീവ് ചെയ്തത് ആദ്യം. അതിനുശേഷം അദ്ദേഹം ശിഷ്യ പരമ്പര വഴി വ്യാസദേവൻ വന്നിട്ട് അതിനെ ക്രോഡീകരിക്കുക ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വ്യാസദേവ ഡിവൈഡഡ് വൺ വേദ ഇൻടു 4, 4 ഭാഗങ്ങളാക്കി മാറ്റി. എന്തിനു വേണ്ടി? സന്തതിയെ, അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. യജുർവേദം നിങ്ങൾക്കറിയാം. യജുർവേദം, സാമവേദം, ഋഗ്വേദം, അഥർവവേദം എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ട് വിവരിച്ചു അല്ലെങ്കിൽ വിഭജിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 20ാമത്തെ ശ്ലോകം. ഋഗ്യജു സാമധർവാഖ്യ വേദശ്ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ഋഗ് യജു സാമാധർവാഖ്യ വേദശ്ചത്വാര ഉദ്ധൃത ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. ഋഗ് സാമ യജുർവാഖ്യ വേദ ചത്വാര ഉദ്ധൃതഃ ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. എന്താണ്? 4 വേദങ്ങളുടെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഋഗ് വേദം, യജു വേദം, സാമ വേദം, അഥർവ വേദം, ആഖ്യ
ഇങ്ങനെ പറയപ്പെട്ട ഈ 4 വേദങ്ങളുടെ പേരുകൾ. വേദാസ് ചത്വാര ഉദ്ധൃതഃ. ചത്വാര എന്ന് പറഞ്ഞാൽ 4 ഭാഗങ്ങളായിട്ട്. ചത്വാര ഉദ്ധൃതഃ വിഭജിച്ചു. ഇനി ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഇതിഹാസം, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്, ഇതിഹാസം, മഹാഭാരതം പോലെയുള്ള ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്, പുരാണം, പുരാണങ്ങൾ, 18 പുരാണങ്ങൾ, പഞ്ചമ വേദ ഉച്യത്തെ. ഈ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചേർത്ത് 5-ാം വേദം എന്നും പറയും. 4 വേദങ്ങൾ കഴിഞ്ഞിട്ട് 5-ാമത്തെ വേദം എന്ന് പറയുന്നത് എന്താണ്? ഇതിഹാസ പുരാണം ച പഞ്ചമോ വേദ ഉച്യത്തെ. അടുത്ത ശ്ലോകം 21. തത്ര ഋഗ്വേദ ധരാ പൈല സാമഗോ ജൈമിനി കവിഃ വൈശംപായന ഹേവൈകോ നിഷ്ണാതോ യജുഷാമുതഃ. തത്ര ഋഗ്വേദ ധരാ പൈല സാമഗോ ജൈമിനി കവി വൈശംപായന ഹേവൈകോ നിഷ്ണാതോ യജുഷാമുതഃ. തത്ര ഋഗ്വേദധരാ പൈല സാമഗോ ജൈമിനി കവിഃ വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാം ഉതഃ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വ്യാസദേവൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിനെ പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡിസൈപ്പിൾസ് അല്ലെങ്കിൽ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. വൈവിധ്യമാർന്ന മാർഗങ്ങളിൽ വികസിപ്പിക്കുന്നതിനായി. അപ്പോ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ശിഷ്യ പരമ്പര വഴിയാണെന്ന് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി, അല്ലേ? ഒരിക്കലും ഒരാള് ആധ്യാത്മിക ഗുരു ആകുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുന്ന ആധ്യാത്മിക ഗുരുവല്ല. ആ ഗുരുവിന് ഇനിയൊരു ഗുരു ഉണ്ടാകണം. അങ്ങനെ ട്രേസ് ചെയ്ത് പോയാൽ അത് അവസാനം ഈ വേദങ്ങളുടെ ഉപജ്ഞാതാവായ ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യണം. എന്താണ്? വേദൈശ്ച സർവൈരഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിത്. കൃത് എന്ന് പറഞ്ഞാൽ കൃതി, അല്ലെങ്കിൽ കർത്താവ്, ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന. കൃതി എന്ന് പറഞ്ഞാൽ വേദകൃത് എന്ന് പറഞ്ഞാൽ വേദങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വേദാന്തകൃത് വേദവിത്. വിത്ത്, വിദ്വാൻ, വിത്ത് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് എന്ന് പറയുന്നത് അറിവുള്ളവൻ അല്ലെങ്കിൽ അറിയുന്നവൻ എന്നാണ്. വേദവിദ്. അപ്പൊ വേദാന്തകൃത് വേദവിത്ത് ഇത് രണ്ടും ആരാണ്? ഏവച്ച അഹം. ആരാ പറയുന്നത്? ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യോ. വേദൈശ്ച സർവൈർ, എല്ലാ വേദങ്ങളിൽ നിന്നും വേദ്യ അറിയേണ്ടുന്നവൻ ആരാണ്? ഞാനാണ്. അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ചാഹം. അപ്പൊ ഇതെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഒബ്വിയസ്ലി എവിടെ നിന്നായിരിക്കണം? ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നായിരിക്കണം. അങ്ങനെ ട്രേസ് ചെയ്യുന്ന ഗുരുശിഷ്യ പരമ്പര ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആധ്യാത്മിക ഗുരു ബോണഫൈഡ് അല്ലെങ്കിൽ വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരു ആയിരിക്കാൻ സാധ്യതയില്ല. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ജ്ഞാനം ലഭിച്ചു എന്ന് പറയുന്ന ആൾ ഒരു ആധ്യാത്മിക ഗുരു, ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരു അല്ല എന്നത് ഇവിടെ ആര് പറയുന്നു? വ്യാസദേവൻ തന്നെ പറയുന്നു. വ്യാസദേവൻ ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ ഗുരുവായ നാരദ മഹർഷിയാണ്. അതിനെ ക്രോഡീകരിച്ചു വെച്ചു. നാരദ മഹർഷി ഇനിയും വരും. എന്താണ്? ശിഷ്യനെ വീണ്ടും ശകാരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കാണും നാരദ മഹർഷി എന്തിനാണ് വ്യാസദേവനെ ശകാരിക്കുന്നത്? ഇനിയും ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വഴക്കുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ശകാരിച്ച പിന്നെയുണ്ട് കാര്യം. പക്ഷെ വ്യാസദേവനെ പോലെയുള്ള ഒരു ശിഷ്യനെ എന്തിനാണ് ഇത് ശകാരിക്കുന്നത്? ശകാരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്ത ചാപ്റ്ററിൽ നാരദ മഹർഷി വന്ന് പറയും, നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? മൊത്തം മണ്ടത്തരങ്ങളാണല്ലോ എന്ന് പറയും. അത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു ശിഷ്യനെ എന്താണ്, അതിനും ഗുരുദേവൻ വേണം. എന്തിനാണ്? ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി എന്നാണ് അർത്ഥം. നമ്മളുടെ തീരെ ചെറിയ ആധ്യാത്മിക പുരോഗതിയിൽ നമുക്ക് വിഘാതം സൃഷ്ടിക്കുന്ന തീരെ ചെറിയ തെറ്റുകളെ പോലും ചൂണ്ടിക്കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്യുന്നവനാണ് ആര്? ഗുരു എന്ന് പറയുന്നത്. സോ അപ്പൊ അങ്ങനെ ഒരു ഗുരു ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം പ്രഖ്യാപിത ഗുരുവാണ് എന്ന് പറയുന്ന ആൾക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്ന് ഇവിടെ ഭാഗവതത്തിൽ നമ്മളോട് ചോദിക്കാം, അല്ലേ? നമ്മൾക്ക് ചോദിക്കാം.
ഭാഗവതം നമ്മളോട് പറയുന്നു ഇവർക്ക്, അതും വ്യാസദേവൻ എന്നിട്ട് എന്ത് ചെയ്തു? വ്യാസദേവന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആരെയാണ് ഏൽപ്പിച്ചത്? തത്ര അത് കഴിഞ്ഞിട്ട് ഋഗ്വേദധര പൈല ഋഷി, അദ്ദേഹം ഒരു ഋഷിയുടെ പേരാണ്, പൈല എന്ന് പറയുന്ന ഋഷി. ഋഗ്വേദത്തിന്റെ വികസനം, അതായത് അതിന്റെ സന്തത്തെയും, അതായത് അതിന്റെ പെർപെച്യുവേഷൻ അല്ലെങ്കിൽ പ്രീച്ചിങ് അല്ലെങ്കിൽ അടുത്ത ശിഷ്യ പരമ്പരയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് പൈല ഋഷിയെയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പേരും പറയുന്നു. സാമഗോ ജൈമിനിഹി, വളരെ ബുദ്ധിമാനായ അല്ലെങ്കിൽ വളരെ വിദഗ്ധനായ ജൈമിനി ഋഷിയെയാണ്, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജൈമിനി ഋഷിയെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? സാമവേദത്തിന് റിസീവറായിട്ട് അല്ലെങ്കിൽ ഹൃദയസ്ഥമാക്കാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. പിന്നെ എന്താണ്? വൈശംപായന ഏവൈകോ നിഷ്ണാതോ യജുഷാമുതഃ. ഇനി ആരാണ്? യജുർവേദം, അത് വൈശംപായന ഋഷി. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? പൈല ഋഷി, ജൈമിനി ഋഷി, വൈശംപായന ഋഷി, ഋഗ്, സാമ, യജുർവേദം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഇനി ഒരു വേദം കൂടെ ബാക്കിയുണ്ട്. അത് 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അതാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? 22ാമത്തെ ശ്ലോകം. അഥർവാ അംഗിരമാസീത് സുമന്തുർ ദാരുണോ മുനിഹി ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണഃ. അഥർവാ അംഗിരസാം ആസീത് സുമന്തുർ ദാരുണോ മുനിഹി ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണഃ. അഥർവാ അംഗിരസാം ആസീത് സുമന്തുർ ദാരുണോ മുനിഹി ഇതിഹാസ പുരാണാനാം പിതാമേരോ മഹർഷണഃ. ഇനി രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടല്ലേ. അഥർവവേദമുണ്ട്, ഇനി എന്താണ്? പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഇതിഹാസവും പുരാണവും ഉണ്ട്. അപ്പോ അഥർവ വേദത്തിനെ ആരാണ് സ്വീകരിച്ചത്? അംഗിരസ് എന്ന് പറയുന്ന ഋഷി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. ആരുടെ? വ്യാസദേവന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം വളരെയധികം സീരിയസ്ലി, അതായത് വളരെ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഇഷ്ടമുള്ള ആളായിരുന്നു. ഇനി ഇതിഹാസങ്ങൾ പുരാണങ്ങളും ആർക്കാണ് നൽകിയത്? അതിന്റെ ഉത്തരവാദിത്വം പിതാമേ രോമഹർഷണഃ. ഇതാരാണ്? സൂത ഗോസ്വാമി പറയുന്നു. പിതാമേ രോമഹർഷണഃ. സൂത ഗോസ്വാമിയുടെ അച്ഛനായ രോമഹർഷണ എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് ഇതിഹാസത്തിന്റെയും പുരാണത്തിന്റെയും ഉത്തരവാദിത്വം കൊടുത്തത്, അല്ലെ? ഇതിഹാസ പുരാണാനാം പിതാ മേ രോമഹർഷണഃ, എന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ രോമഹർഷണ സുത എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, സൂത ഗോസ്വാമി. അപ്പൊ രോമഹർഷണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അച്ഛനാണ്. അപ്പോ ഈ ഒരു ഡിവിഷൻ ഇപ്പൊ നമ്മൾ കേട്ടു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പൈല ഋഷി, ജൈമിനി, പിന്നെ എന്താണ്? വൈശംപായന, അംഗിരസ, രോമഹർഷണ, ഇങ്ങനെ 5 തരത്തിലുള്ള ശിഷ്യന്മാരെ, 5 ശിഷ്യന്മാരെ അദ്ദേഹം ഇതിനെ പെർപെച്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഇനി എന്ത് സംഭവിച്ചു? 23. ത ഏത ഋഷയോ വേദം സ്വാം സ്വം വ്യസ്യൻ അനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർ വേദസ്തേ ശാഖിനോ ഭവാൻ. ത ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസ്യൻ അനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർ വേദസ്തേ ശാഖിനോ ഭവാൻ. ത ഏത ഋഷയോ വേദം സ്വം സ്വം വ്യസ്യൻ അനേകഥാ ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർ വേദസ്തേ ശാഖിനോ ഭവാൻ. വളരെ സിമ്പിൾ ശ്ലോകം. ത ഏത ഋഷയോ, ആ ഋഷിമാരെല്ലാം. ഏത് ഋഷിമാർ? നേരത്തെ വ്യാസദേവന്റെ കയ്യിൽ നിന്നും ആ നോളജ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഡിവിഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത ഋഷിമാരെല്ലാവരും സ്വം സ്വം യസ്യൻ അനേകഥ, ആ ഓരോ റിസീവ് ചെയ്തയും ഇനി പലർക്ക്, ആർക്ക്? ശിഷ്യായി, ശിഷ്യന്മാർക്ക്, അവരുടെ ശിഷ്യന്മാർക്ക്, പ്രശിഷ്യായി, വീണ്ടും അവരുടെ ശിഷ്യന്മാർക്ക്, തശിഷ്യൈർ, അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വേദങ്ങൾ വന്നിട്ട്. അപ്പൊ വേദങ്ങളെ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? പ്രചരണം ചെയ്തുകൊണ്ട്. ഭാഗവതത്തെയും ഭഗവത്ഗീതയെയും
നമ്മുടെ പൂജാമുറിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കാനുള്ളതല്ല, പഠിച്ച് പ്രചരണം ചെയ്ത് പ്രാവർത്തികമാക്കി സൂക്ഷിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിലേ അത് എന്ത് ചെയ്യുകയുള്ളൂ? സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. എന്താണ് ഭഗവാൻ പറഞ്ഞത് ഭഗവത്ഗീതയില്? ഈ രാജർഷിമാർ പോലും ഈ തരത്തിലുള്ള ജ്ഞാനത്തെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഓരോ കാലം കഴിയുമ്പോഴേക്കും ആ ജ്ഞാനം ലോപിച്ച് ഇല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞു. വീണ്ടും അതിനെ തിരികെ സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെയാണ് വരുന്നത് എന്ന് പറയുന്നു. അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം ഭഗവാനെ ഈ കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മുടെ ഗുരുവിനെ ഈ കാര്യത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. എന്താണ് ഗുരുവിന് ഭഗവാനും വേണ്ടത്? നമ്മൾ ഇത് പഠിക്കുക, പ്രാവർത്തികമാക്കുക, പ്രചരണം ചെയ്യുക. 3 കാര്യങ്ങൾ. പഠിക്കുക മാത്രമല്ല, പ്രാവർത്തികമാക്കുക മാത്രമല്ല, പ്രചരണം ചെയ്യുക. പഠിക്കണം ആദ്യം, എന്നാലേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയുള്ളൂ. പ്രാവർത്തികമാക്കണം, എന്നാലേ പ്രചരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കാരണം വെറുതെ ചുമ്മാ പറയാൻ പറ്റില്ല. ഇതിനെ റിയലൈസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതാണ് ഇത് ഭഗവാന്റെയും ഗുരുവിന്റെയും കർത്തവ്യത്തെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പോലെയാണ് ശിഷ്യന്മാരായ നമ്മൾ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ ഇനി വായിക്കുന്ന ശ്ലോകങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സ്ത്രീകൾ, ശൂദ്രന്മാർ എന്നിങ്ങനെ പറയുമ്പോൾ. പക്ഷെ ആ കൺഫ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് ആ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ പറയാം. ആർക്ക് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, അങ്ങനെ ദേശ, കാല, പാത്ര, കാസ്റ്റ്, ക്രീഡ്, അങ്ങനെ നിറം, പിന്നെ എന്താണ് ജെൻഡർ, ഫീമെയിൽ, മെയിൽ, ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, യോഗ്യതയുള്ള ആർക്ക് വേണം. എന്താണ്? വെറുതെ ഉള്ള ആർക്ക് വേണമെങ്കിലും അല്ല, യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും അതിനെ പഠിക്കാം, പ്രാവർത്തികമാക്കാം, പ്രചരണം ചെയ്യാം. അപ്പോ ഇങ്ങനെയാണ് വേദങ്ങളുടെ ശാഖകൾ വരുന്നത്. എന്താണ്? ശിഷ്യൈ പ്രശിഷ്യൈ തശിഷ്യൈർ വേദസ്തേ ശാഖിനോ ഭവാൻ. അങ്ങനെ വേദങ്ങളുടെ ശാഖകൾ വളരുന്ന ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഇത് ആരാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യാസദേവൻ, അല്ലേ? എന്താണ് വ്യാസദേവൻ ഈ ഒരു വേദങ്ങളെ എന്തിനാണ് ശാഖികളായിട്ട് ഇങ്ങനെ വളർത്തുന്നത്? എല്ലാവർക്കും പ്രാപ്യമാകണം. നേരത്തെ ആൾക്കാർ ആരോപിക്കുന്നത് പോലെ ആരെങ്കിലും ഒരേ ഒരു എന്താണ് ഒരു വിഭാഗത്തിന്റെ മാത്രം സ്വത്ത് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യമല്ല അത്. എന്താണ്? എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈവൻ വ്യാസദേവൻ വന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നത്, യോഗ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെയാണ് അതിനെ വിഭാഗം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ശ്ലോക 24. ത ഏവ വേദ ദുർമേധൈർ ധാര്യന്തേ പുരുഷൈര്യഥാ एवं चकार भगवान व्यास कृपणवत्सलः. त एव वेदा दुर्मेधैर् धार्यन्ते पुरुषैर्यथा एवं चकार भगवान व्यास कृपणवत्सलः. त एव वेदा दुर्मेधैर् धार्यन्ते पुरुषैर्यथा एवं चकार भगवान വ്യാസ കൃപണവത്സലഃ. എന്ത് സംഭവിച്ചു ഇവിടെ? ഇവിടെ എന്തുകൊണ്ടാണ് വ്യാസദേവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് എന്ന് സൂത ഗോസ്വാമി പറയുന്നു. എന്താണ് പറയുന്നത്? ഭഗവാൻ വ്യാസ ചകാര, ഭഗവാൻ വ്യാസ. ചകാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തു, അല്ലെങ്കിൽ വേദങ്ങളെ ഈ പ്രകാരം വിഭജിച്ച് എന്ത് ചെയ്തിരിക്കുന്നു? വെച്ചിരിക്കുന്നു. ആര്? ചകാര. ഭഗവാൻ വ്യാസഃ, വ്യാസ ഭഗവാൻ. എന്തുകൊണ്ട്? കൃപണവത്സലഃ. എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി? കൃപണവത്സലഃ. കൃപണ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ട, അല്ലെങ്കിൽ ബുദ്ധിയേ ഇല്ലാത്ത, ഇഗ്നോറന്റ്, അജ്ഞരായിട്ടുള്ള ആൾക്കാർക്കും വത്സലഃ, അതായത് കാരുണ്യമുള്ള. എന്താണ് പറഞ്ഞിരിക്കുന്നത്? So they might be assimilated by less intellectual men. അപ്രകാരം അജ്ഞരോട് അതികൃപയുള്ള ശ്രേഷ്ഠനായ വ്യാസദേവൻ അല്പജ്ഞാനികൾക്ക് പോലും ഉൾക്കൊള്ളാൻ ഉതകും വിധം യഥായോഗ്യമായി വേദങ്ങളെ വിഭജിച്ചു.
ഏവ വേദ ദുർമേധൈർ ദുർമേധ, അതായത് ബുദ്ധിയേ ഇല്ലാത്ത ആൾക്കാർക്ക് വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള തരത്തിലാണ് ഈ പ്രകാരം പല ഡിവിഷൻസിലായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, വേദങ്ങൾ നൽകിയിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇതിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് ഒരു കാര്യം എഴുതിയിരിക്കുന്നുണ്ട്. യോഗ്യനല്ലാത്ത ഒരു ബ്രാഹ്മണനും വേദാഭ്യസനം നടത്താൻ യത്നിക്കരുതെന്ന് ഖണ്ഡനമുണ്ട്. എന്നാൽ ഈ ഖണ്ഡനം നിരവധി രീതികളിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒരു വിഭാഗം ജനങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന ഏക കാരണത്താൽ ബ്രാഹ്മണീയ യോഗ്യതകൾ അവകാശപ്പെടുകയും വേദാധ്യയനം ബ്രാഹ്മണ കുലത്തിന്റെ കുത്തകയായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണ കുലത്തിൽ ജന്മം സംഭവിക്കാത്ത മറ്റൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ മറ്റു വർണ്ണങ്ങളിലുള്ള ജനങ്ങളോടുള്ള അനീതിയായി കരുതുന്നു. എന്നാൽ ഇരുവരും വഴിതെറ്റിക്കപ്പെടുന്നു. പരമപുരുഷനായ ഭഗവാനാൽ ബ്രഹ്മദേവന് പോലും വിശദീകരിച്ച് പ്രദാനം ചെയ്യപ്പെട്ട ശ്രദ്ധാവിഷയ പ്രതിപാദ്യങ്ങളാണ് വേദങ്ങൾ. ആകയാൽ സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സവിശേഷ ഗുണങ്ങളോട് കൂടിയ വ്യക്തികളാൽ മാത്രമേ ശ്രദ്ധാവിഷയത്തെ മനസ്സിലാക്കുവാൻ സാധ്യമാകൂ. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അധിഷ്ഠിതരായ വ്യക്തികൾ വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. കാരണം എന്താണ്? വിഷയം അതാണ്. എന്റെ കയ്യിലുള്ള MBBSന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഏതെങ്കിലും ഒരു 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ഈവൻ 6ാം ക്ലാസ്സിലോ ഉള്ള ഗോപിപ്രിയ, എന്റെ ഇവിടുത്തെ ഒരു കുട്ടിയാണ് ഗോപിപ്രിയ, അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ വായിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറയുക. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവൾക്ക് പറ്റുക? അവൾക്ക് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കാനോ കഴിയുകയില്ല. അത് +2 കഴിഞ്ഞ് അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് ഒരു പ്രൊഫസറുടെ കീഴിൽ ഇത് വായിച്ച് മനസ്സിലാക്കി ആ സമയത്ത് മാത്രമേ അവൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. ഈ ഒരു വിഷയം എന്ന് പറയുന്നത് സത്വഗുണത്തിൽ അധിഷ്ഠിതമായ സവിശേഷ ഗുണങ്ങളോട് കൂടിയ വ്യക്തികൾക്ക് മാത്രമേ അത്രയും കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് മിനിമം ഒരു സത്വഗുണത്തിലെങ്കിലും വരണം എന്ന് പറയുന്നത്. ഭക്തി തുടങ്ങാൻ വേണ്ടിയിട്ട് സത്വഗുണം തന്നെ വേണം. രജോ ഗുണം തമോ ഗുണം, പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് തുടക്കം ചെയ്യാൻ വേണ്ടി തന്നെ എന്ത് വേണം? നമുക്ക് സത്വഗുണം വേണം. എങ്ങനെയാണ് നമ്മളെ സത്വഗുണത്തിലാക്കുക? നമ്മളുടെ ആഹാരത്തെ ശുദ്ധീകരിച്ച്, നിദ്രയെ ശുദ്ധീകരിച്ച്, മൈഥുനത്തെ ശുദ്ധീകരിച്ച്, ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം. ഇത് വെറും ഒരു നിബന്ധനയല്ല. നമ്മുടെ അവബോധത്തെ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു ഭക്തിക്ക് നമ്മളെ പ്രാപ്തരാക്കാൻ അല്ലെങ്കിൽ യോഗ്യരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ആ വിഷയത്തിന്റെ പ്രത്യേകതയാണ്, ആരുടെയും കുഴപ്പമല്ല. അത് ആ വിഷയത്തിന്റെ പ്രത്യേകതയാണ്. വിഷയം ഭഗവാനാണ്. ഭഗവാൻ വിശുദ്ധ സത്വത്തിലുള്ള ആളാണ്. പിന്നെ അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലുള്ള ആൾക്ക് മാത്രമല്ലേ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അന്ധമായിട്ടുള്ള ഒരു അവിശ്വാസിക്കോ അല്ലെങ്കിൽ ലഹരിക്കും അടിമപ്പെട്ട് സ്വന്തം അവബോധത്തെ മൃഗത്തിലേക്ക് മാറ്റിയിരിക്കുന്ന ആൾക്കോ എങ്ങനെ സത്വഗുണത്തിലുള്ള ആളെ മനസ്സിലാകും? അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേദങ്ങളെ മനസ്സിലാകും? അതുകൊണ്ടാണ് ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം, ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണ കുലമല്ല. ബ്രാഹ്മണ കുലം എന്ന് പറയുന്നത് ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെ അവകാശവാദം പിന്നെ വന്നതാണ്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് എന്ത്? ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശഃ. നിങ്ങൾ ഏത് ഗുണത്തിലാണോ, ഏത് കർമ്മത്തിലാണോ നിങ്ങൾ കഴിയുന്നത്, അല്ലെങ്കിൽ ഏത് ഗുണത്തിന്റെ ബേസിസിലാണോ നിങ്ങൾ കർമ്മം ചെയ്യുന്നത്, നാച്ചുറലി നിങ്ങൾ ആ ഗുണത്തിലും കർമ്മത്തിനെയും ബേസ് ചെയ്ത് 4 തരത്തിലുള്ള വർണ്ണവും ആശ്രവുമായി മാറും. ഞാൻ ബ്രാഹ്മണനായി ജനിച്ചു,
അച്ഛനും അമ്മയും ബ്രാഹ്മണർ, പൂണൂലിട്ട ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബ്രാഹ്മണനാകണോ നിർബന്ധമില്ല. ശമോ ദമ തപ ശൗചം ക്ഷാന്തിരാർജവം ഏവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മ കർമ്മ സ്വഭാവച്ച. 9 ഗുണങ്ങൾ ഭഗവത്ഗീതയിൽ പറയുന്നു. ക്ഷമ, ദമ, തപ, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ഇതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അച്ഛനും അമ്മയും ജനിച്ചിരിക്കുന്ന കുലം എന്ന് പറയുന്നത് ബ്രാഹ്മണ കുലത്തിൽ അല്ലെങ്കിലും ബ്രാഹ്മണനായിരിക്കും. ഇനി ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനല്ല. കാരണം എന്താണ്? ഗുണമില്ല നിങ്ങൾക്ക്. ബൈ ബർത്ത് അല്ല, ബൈ ക്വാളിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഈ കുലത്തിൽ ഇത് വീണ്ടും അവസാനം എന്ത് സംഭവിച്ചു? ഇങ്ങനെ രണ്ടുപേരും വഴിതെറ്റിച്ചിരിക്കുന്നു. എന്താണ്? ചില ആൾക്കാർ വിചാരിക്കുന്നു കുലത്തിൽ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദാഭ്യസനത്തിന് യോഗ്യനാണെന്നല്ല. സത്വഗുണത്തിൽ അധിഷ്ഠിതമായി ജീവിതചര്യ ജീവിക്കുന്ന ആർക്കും വേദങ്ങൾ അഭ്യസിക്കാം, ആർക്കും ഭഗവാനെ മനസ്സിലാക്കാം, ആർക്കും ഭക്തി പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണ് ഡിസ്ക്രിഷൻ ഇല്ലാത്തത്. പക്ഷെ എങ്ങനെയാണ് ഡിസ്ക്രിഷൻ ഉള്ളത്? അതിലല്ലാതെ തമോ ഗുണത്തിലുള്ള ആൾക്ക് എനിക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഉന്നതി പ്രാപിച്ചാൽ ഭക്തി പ്രാക്ടീസ് ചെയ്യാം. ആ അവസ്ഥയിലിരുന്നുകൊണ്ട് എനിക്കിതെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുകയില്ല. കാരണം വിഷയം വിശുദ്ധ സത്വമാണ് എന്നത് തന്നെ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ എന്താണ്? രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അധിഷ്ഠിതമായ വ്യക്തികൾ വേദങ്ങളിലെ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതിന് എന്ത് വേണം? ഗുണം വേണം. ശമോദമ തപ ശൗചം ശാന്തി ആർജവം ഏവച്ച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ഈ ഗുണമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഗുണമില്ലേ? നിങ്ങൾ ആ ഗുണം നേടാൻ വേണ്ടി നിങ്ങളുടെ അവബോധത്തെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ? 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം. നിയന്ത്രിതമായ ജീവിതം. അത് നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ ജീവിതം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടേക്ക് ഉയരാൻ കഴിയും? സത്വഗുണത്തിലേക്ക് ഉയരാൻ കഴിയും. നിങ്ങൾക്ക് പ്രതിപാദ്യ വിഷയം, അതായത് വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവാനെ നിങ്ങൾക്ക് അറിയാനും കഴിയും. നിങ്ങൾക്ക് പരിശുദ്ധ ഭക്തനായി മാറാനും കഴിയും. ഒരു ജീവാത്മാവ് പോലും ഇതിന് യോഗ്യരല്ലാത്തവരില്ല. എല്ലാ ജീവാത്മാക്കളും ഇതിന് യോഗ്യരുള്ളവരാണ്. ആ ജീവാത്മാക്കൾ ആണിന്റെ ശരീരമാകട്ടെ, പെണ്ണിന്റെ ശരീരമാകട്ടെ, അമേരിക്കക്കാരനാകട്ടെ, ഇന്ത്യക്കാരനാകട്ടെ, ആഫ്രിക്കക്കാരനാകട്ടെ, ആര് വേണമെങ്കിലും ആകട്ടെ, അയാൾക്ക് ഒരേപോലെയുള്ള റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞ അവകാശം, ജീവാത്മാവിന് അവകാശമുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ആ അവകാശത്തെ പക്ഷെ അവകാശം ഉണ്ടെന്നും പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവുകയില്ല. അവകാശമുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് അവകാശത്തെ നേടുക? അതിനുള്ള പ്രോസസ്, പ്രക്രിയ ചെയ്യുക. എന്താണ് പ്രക്രിയ? നിയന്ത്രിതമായ ജീവിതചര്യ. താഴേക്കിടയിൽ നിന്നും മേലേക്കിടയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിയന്ത്രിതമായ ജീവിതചര്യ. അങ്ങനെ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതത്തിൽ സവിശേഷ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാകാൻ പറ്റും. ഈ ഒരു കാര്യത്തെ വളരെയധികം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഈ നമ്മുടെ സമകാലികരായിട്ടുള്ള ആൾക്കാർ. ഇതുകൊണ്ടാണ് എന്താണ് വേദങ്ങൾ കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും വേദം അഭ്യസിക്കാം, പക്ഷെ ഗുണം. ഏത് ഗുണം? ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ചുമ്മാ പേരിനുള്ള ബ്രാഹ്മണ്യമല്ല. പൂണൂലിട്ട ബ്രാഹ്മണനാവില്ല. എന്താണ് വേണ്ടത്? ഗുണകർമ്മ വിഭാഗശഃ. എല്ലാ തരത്തിലുമുള്ള മീഡിയാസും ഈ പ്രകാരം ഈ ഒരു വൈദിക ഗ്രന്ഥങ്ങളിൽ ഈ ഒരു വിഷയത്തെ വളച്ചൊടിച്ച് വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കുന്ന കാലഘട്ടമാണ്. നമ്മൾക്ക് മനസ്സിലാകണം ഇതിന്റെ യാഥാർത്ഥ്യം. നമ്മൾക്ക് ഇനിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനിയുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നോക്കൂ, സത്യയുഗത്തിൽ ഏവരും സത്വഗുണത്തിൽ നിവിഷ്ടരായിരുന്നു. ക്രമേണ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും സത്വഗുണത്തിന് അധപ്പതനം സംഭവിക്കുകയും സാമാന്യ ജനങ്ങൾ ദുഷിക്കുകയും ചെയ്തു. വർത്തമാന യുഗത്തിൽ സത്വഗുണം മിക്കവാറും ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സാമാന്യ ജനങ്ങളിലും അപജയം സംഭവിച്ചിരിക്കുന്നു. ആകയാൽ അതിദയാലവും പ്രബലനും ശ്രേഷ്ഠനുമായ വ്യാസദേവൻ രജസ് തമോ ഗുണ പ്രധാനികളായ അല്പജ്ഞാനികൾക്ക്, അതായത് നമ്മൾക്ക് പ്രായോഗികമായി അനുവർത്തിക്കാൻ ഉതകുന്ന വിധം വേദങ്ങളെ പലതായി വിഭജിച്ചു. താഴെ പ്രസ്താവിക്കും പ്രകാരം അടുത്ത ശ്ലോകത്തിൽ ഇവയൊക്കെ വിശദമാക്കുന്നു.
ഈ പറയുന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒരാളെ കളിയാക്കുന്നതല്ല. അടുത്ത ശ്ലോകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഞാൻ തന്നെയാണ്. എന്താണ് 25-ാമത്തെ ശ്ലോകം എന്താണ്? സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീനാ ശ്രുതിഗോചരഃ കർമ്മ ശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. സ്ത്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീനാ ശ്രുതിഗോചരഃ കർമ്മ ശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം. നോക്കൂ, ആരാണ് സ്ത്രീ? സ്ത്രീ ശരീരം. എനിക്ക് ഈ ജന്മത്തിൽ സ്ത്രീ ശരീരമാണ്, അടുത്ത ജന്മത്തിൽ എനിക്ക് സ്ത്രീ ശരീരം തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ എന്റെ ശരീരം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഞാൻ എന്ന ജീവാത്മാവ് എറ്റേണൽ ആണ്. അപ്പൊ ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? എല്ലാ ജീവാത്മാക്കളെയും വേണമെങ്കിൽ സ്ത്രീ എന്ന് പറയും. ശൂദ്ര, ആരാണ് ശൂദ്ര? ആ ജീവാത്മാവിന്റെ ഗുണം ശൂദ്രന്റെ ആയതുകൊണ്ടാണ്. അയാൾ ആ ക്വാളിറ്റിയിൽ നിന്നും മുന്നേറി ബ്രാഹ്മണ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശൂദ്രൻ എന്ന് പറയുന്നത് അയാളെ അഭിസംബോധന ചെയ്യുന്ന കാര്യമേ അല്ല. ദ്വിജബന്ധു, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, പക്ഷെ ശൂദ്രന്റെ ക്വാളിറ്റീസ് ആണ് ഉള്ളത്. ദ്വിജബന്ധു, ദ്വിജനാണോ? അല്ല, ദ്വിജന്റെ ബന്ധുവാണ്. ഇവർക്ക് മൂവർക്കും ശ്രുതിഗോചരമല്ല. കാരണം എന്താണ്? അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീകൾ വേദപഠനങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല. ഗുരുകുലം എന്ന് പറയുന്നത് അന്ന് ഈ തപശ്ചര്യ ചെയ്യുന്നതിനും മറ്റു കാര്യത്തിനും സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് കലികാലത്തിലെ കാര്യമേ അല്ല. കലികാലത്തിൽ എല്ലാവരും ശൂദ്രരാണ്. ഞാൻ പറയുന്നത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം എന്നൊക്കെ വിശദീകരിച്ചിരിക്കുന്ന യുഗങ്ങളിൽ അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ ഗുണമനുസരിച്ച് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? വേദങ്ങൾ അഭ്യസിക്കാനുള്ള അവസരമുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയാം ഗുരുകുല വിദ്യാഭ്യാസവും അങ്ങനെ എന്താണ് ഉപനയനവും മറ്റു കാര്യങ്ങളും ഒക്കെ സാധാരണ ചെയ്തിരുന്നത് ആരാണ്? ദൂരെ പോയി താമസിക്കുക, സംരക്ഷണമില്ലാതെ ഒരു ഗുരുവിന്റെ നേതൃത്വത്തിൽ മാത്രം കഴിയുക, ഇതെല്ലാം സ്ത്രീകൾക്ക് കഴിയുന്ന കാര്യങ്ങളല്ല. അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം. അത് അന്നത്തെ സാഹചര്യമായിരുന്നു. അതിനനുസരിച്ച് ഇപ്പോ നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവരണം എന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോ എന്താണ്? ഇപ്പോ നോക്കൂ, ഇത് ആരാണ്? ഇത് എല്ലാവർക്കും പ്രാപ്യമാണ്. ഞാനൊരു സ്ത്രീയാണ്, പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് എനിക്ക് വായിക്കാം, പഠിക്കാം, പ്രാവർത്തികമാക്കാം, പ്രചരണം ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ആ സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു, യുഗം ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്തെ കാര്യമാണ്. ദ്വാപരയുഗത്തിന്റെ എൻഡിൽ, കലിയുഗത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നു സാഹചര്യം. ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്താണ്? സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതിഗോചരഃ. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവർക്ക് അതിനുള്ള ക്വാളിറ്റിയും ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫിസിക്കലി, മെന്റലി, ഇമോഷണലി വേറെ ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദിഹ. ഇങ്ങനെയുള്ള ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അവർക്കും വേണ്ടിയിട്ട്, എന്നിട്ട് അവരെ ഉപേക്ഷിച്ചില്ല. ആരുടെ? വ്യാസദേവൻ ഉപേക്ഷിച്ചില്ല. എന്താണ് വ്യാസദേവൻ ഉപേക്ഷിക്കാതെ എന്ത് ചെയ്തു? ശ്രേയ ഏവം ഭവേദിഹ, അവർക്കും ശ്രേയസ്കരമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇതി ഭാരതമാഖ്യാനം. മഹാഭാരതം എന്താണ്? ഇതിഹാസം. ഇതിഹാസം, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് എന്നാണ് പ്രഭുപാദ എഴുതിയിരിക്കുന്നത്. വെറും കെട്ടുകഥയല്ല, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. ഹിസ്റ്ററി, ചരിത്രം. അതായത് എന്താണ് ഈ ചരിത്രം എന്ന് പറയുന്നത്? നടന്ന സംഭവം, എന്നെങ്കിലും നടന്നിരിക്കുന്ന സംഭവം, അവശേഷിപ്പുകൾ ഇപ്പോഴും കിട്ടുന്ന സംഭവം. അതാണ് കുരുക്ഷേത്രം, ദ്വാരക, ഇതെല്ലാം നമുക്ക് ഇപ്പോഴും അവശേഷിപ്പുകൾ ലഭ്യമാണ്. ഇതെല്ലാം വന്നിട്ട് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. അതൊരു മാനസികമായിട്ട് ആ ഋഷി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതല്ല. അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, പാണ്ഡവന്മാരുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻ അല്ല അത്.
ചരിത്രമാണ്, ഇതിഹാസം. എന്തിനാണ് അത് പറയുന്നത്? അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് അവർ ഭഗവാനെ ആശ്രയിച്ചത്, എങ്ങനെയാണ് അവർ സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്നും ഭക്തിയിലേക്ക് തങ്ങളുടെ അവബോധത്തെ കൊണ്ടുവന്നത് എന്ന് നമ്മളും ആ സാഹചര്യത്തിൽ പെട്ടുപോയേക്കാം. ദ്വാപരയുഗത്തിൽ യുദ്ധം, എന്ത്, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരേ കുടുംബങ്ങൾ തമ്മിൽ. ഇന്ന് നമ്മളുടെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ പലതരത്തിലുള്ള അനർത്ഥങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുമുള്ള ആൾക്കാരുമായിട്ട് സെയിം സിറ്റുവേഷൻ ആണ്. എങ്ങനെയാണ് അതിൽ ഈശ്വര അവബോധത്തെ, ശ്രീകൃഷ്ണ ഭഗവാനെ, പാണ്ഡവർ എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സെന്റർ ആക്കിക്കൊണ്ട് യത്ര യോഗേശ്വരോ കൃഷ്ണ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമ സഞ്ജയ ഉവാച. അപ്പോ യോഗേശ്വരനായ കൃഷ്ണൻ ആരുടെ കൂടെ ആയിരുന്നു? പാണ്ഡവരുടെ കൂടെ ആയിരുന്നു. കാരണം ധർമ്മിഷ്ഠരായതുകൊണ്ട്. നമ്മളും ഈ ഒരു സിറ്റുവേഷനില് ധർമ്മിഷ്ഠരായ അല്ലെങ്കിൽ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ നേരിന്റെ സത്യത്തിന്റെ അല്ലെങ്കിൽ ആ പാതയിൽ ഉണ്ടെങ്കിൽ ഭഗവാനും നമ്മളെ സഹായിക്കും. ആ യുദ്ധം നമുക്കും ഉള്ളതാണ്. പക്ഷെ ആ യുദ്ധം ഇമാജിനറി അല്ല, ആ യുദ്ധം അന്ന് നടന്നതാണ്. നമ്മൾ ഈ പ്രകാരം ഇത് എന്റെ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുകയും അതേസമയം അത് ഇമാജിനറി ആവുമെന്ന് പറഞ്ഞാൽ ശരിയാവൂല. അത് ഇമാജിനറി അല്ല, അതെന്താണ്, അത് യഥാർത്ഥമായിരുന്നു അന്ന് ദ്വാപരയുഗത്തിൽ. അതിന്റെ അവശേഷിപ്പുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ ഇപ്പോ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ എന്തിനാ പഠിപ്പിക്കുന്നത് വ്യാസദേവൻ? സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവ്യമായിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് അവർ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്തത്? അപ്പോ ഞാൻ എന്റെ സിറ്റുവേഷനിൽ ഈ യുദ്ധത്തിൽ എങ്ങനെയാണ് കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആധ്യാത്മികമായി പുരോഗമിക്കേണ്ടത്, തീർന്നു. അത്രേ ഉള്ളൂ ഉദ്ദേശം. നമ്മളുടെ ഉന്നമനം, ഹിസ്റ്ററി, അതായത് നടന്ന സംഭവം, ഇതിനെ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള പാഠം നൽകുക എന്നതാണ് ഈ പഞ്ചമവേദം, അതായത് ഭാരതാഖ്യാനം കൃപയാ മുനിനാകൃതം. അദ്ദേഹം മേഴ്സിഫുൾ ആയതുകൊണ്ട് കൃപയാ 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 എന്ന് ഇവിടെ പല സ്ഥലങ്ങളിൽ പറയുന്നു. എന്തുകൊണ്ടാണ്? ഒരു ഗുരുവിന് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. വ്യാസദേവനെ പോലെയുള്ള സത്വഗുണത്തിൽ അധിഷ്ഠിതരായിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമേ ബാക്കിയുള്ള ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. പര ദുഃഖ ദുഃഖി എന്ന് പറയും. നമ്മൾ ആരാണ്? പര ദുഃഖ സുഖി. ഇനിയുള്ളവരെ വിഷമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വേണം എന്ന് തോന്നും. കാരണം എന്നോട് അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നിനക്ക് അങ്ങനെ തന്നെ വേണം, നിന്റെ കർമ്മമാണത്, അങ്ങനെ തന്നെ അനുഭവിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കഴിയും. വ്യാസദേവൻ അങ്ങനെയല്ല. വ്യാസദേവൻ ബുദ്ധിമാന്മാരായിട്ടുള്ള മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേദങ്ങളെല്ലാം കൊടുത്തു. ശിഷ്യന്മാർ വഴി അത് എല്ലാവരിലും എത്തിച്ചു. ഇനി അത് മനസ്സിലാക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ അന്നുണ്ടായിരുന്നു. സ്ത്രീകളും ഗുണമില്ലാത്ത ആൾക്കാരും കുലത്തിൽ ജനിച്ചു എങ്കിലും ആ ഗുണമില്ലാത്ത ആൾക്കാരും, ഇതെല്ലാവരും എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അന്നും. അപ്പൊ അവർക്ക് ശ്രുതിഗോചര, അവർക്ക് സാഹചര്യമില്ലായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണ്ടിയിട്ട് ഭാരതാഖ്യാനം ചെയ്തു. ഭാരതം എന്ന് പറയുന്നത്, മഹാഭാരതം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. അതിൽ പല കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലും വന്നിട്ട് തട്ടിച്ചു നോക്കാവുന്നതാണ്. അങ്ങനെയാണ് ആർക്ക് ഈ തരത്തിലുള്ള ആഖ്യാനം മുനി ചെയ്തിരിക്കുന്നത്, അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയങ്ങളാണ്. സോ ജീവിതത്തിന്റെ നിയാമക ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നതിലേക്കായി ജനങ്ങളെ കഴിവുള്ളവരാക്കി തീർക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ബുദ്ധിപരമായി പരിചിന്തിക്കയാൽ ശ്രേഷ്ഠനായ ആ ഋഷി അദ്ദേഹത്തിന്റെ അപാര കൃപയാൽ ദ്വിജബന്ധുക്കൾക്കും, ആരാണ് ദ്വിജബന്ധു? ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു പക്ഷെ ആ ക്വാളിറ്റീസ് ഇല്ല ദ്വിജബന്ധു. ശൂദ്രർ ആരാണ്? തമോ ഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. സ്ത്രീകൾ ആരാണ്? സ്ത്രീ ശരീരം കിട്ടിയ ആൾക്കാർ. ആ സാഹചര്യത്തിൽ അവർക്ക് ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അവരെയും വിട്ടില്ല. അവർക്കും വേണ്ടിയിട്ട് ആരെങ്കിലും ആ കൃപയ്ക്ക് അർഹരാണ്. മഹത്തായ ചരിത്രാഖ്യാനമായ മഹാഭാരതം രചിച്ചു. നമുക്ക് നോക്കാം അടുത്തത് എന്താണ് എന്ന്. ഇനി ഇതും കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജഃ സർവാത്മാ കേനാപി യഥാ ന തുഷ്യാദ്
ഹൃദയം തഥാ. എന്ത് സംഭവിച്ചു? ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജ സർവാത്മാ കേനാപി യഥാ നാതുഷ്യാത് ഹൃദയം തഥാ. എന്ത് സംഭവിച്ചു? ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജ സർവാത്മാ കേനാപി യഥാ നാതുഷ്യാത് ഹൃദയം തഥാ. എന്തു സംഭവിച്ചു വ്യാസദേവന്? ഇതെല്ലാം ചെയ്തു. സദാ ഭൂതാനാം ശ്രേയസി, ഭൂതാനാം ശ്രേയസി, ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും ചെയ്തു. ആര്? ആ വ്യാസദേവൻ. അല്ലയോ ദ്വിജന്മാരെ, ആരാണ്? ശൗനകാദി ഋഷികളെ, ആ വ്യാസദേവൻ ഇത്രയൊക്കെ ചെയ്തു. സർവാത്മാ കേന അപ്പി, എന്നാലും നാതുഷ്യാദ് ഹൃദയം തഥാ. എന്ത് സംഭവിച്ചു? വ്യാസദേവന് വിചാരിച്ചു ഇനി എന്തോ ചെയ്യാനുണ്ട്, സംതൃപ്തി വന്നില്ല. നാതുഷ്യാദ്, അദ്ദേഹത്തിന്റെ മനസ്സ് സംതൃപ്തമായില്ല. ഇനിയും എന്തോ ബാക്കിയുണ്ട്, ബാക്കിയുണ്ട്, ബാക്കിയുണ്ട് എന്നാണ്. എത്രയധികം വിവരിച്ചിട്ടും ഒരു അതൃപ്തി അതിൻ്റെ അകത്ത് ബാക്കി നിന്നു. അതാണ് വ്യാസദേവന് ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതായത് അതൃപ്തി. എന്തായിരുന്നു ആ അതൃപ്തിക്ക് കാരണം? അതൃപ്തിക്ക് കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. കാരണം ആ അതൃപ്തി എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല ആദ്യം. ആ അതൃപ്തി എന്താണ് എന്ന്, അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപര്യാപ്തത എന്താണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ നാരദ ഋഷി വരും. അപ്പോ എന്താണ് ആ അതൃപ്തി എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത്, അദ്ദേഹം വ്യാസദേവൻ എല്ലാ ഗുരുക്കന്മാരുടെയും പ്രതിനിധിയാണ്. ആ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളോട്, അങ്ങേയറ്റം താഴേക്കിടയിലുള്ള ജനങ്ങളോട്, അത് ഞാൻ ഉൾപ്പെടെ ആരുമാകാം, നമ്മളുടെ പൊസിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സത്വഗുണത്തിലുള്ള ആളേ അല്ല. നമുക്ക് നിയാമക തത്വങ്ങൾ വേണം നമ്മളെ സത്വഗുണത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോ ആ നിയാമക തത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു, നമ്മളുടെ അവബോധം പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ വന്നിട്ട് നമുക്ക് യോഗ്യത വരും. ആ യോഗ്യത അനുസരിച്ച് നമ്മൾക്ക് ഈ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാകും. ഇത് നമ്മളുടെ ആത്മാർത്ഥതയും നമ്മളുടെ പ്രയത്നവും അനുസരിച്ചാണ് ഇരിക്കുന്നത്. ആർക്കു വേണമെങ്കിലും, ആരും വന്നിട്ട് ഇതിന് നോ അല്ല, അല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് പറ്റില്ല, അവകാശമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സാധിക്കും, എല്ലാവർക്കും, ഓരോ ജീവാത്മാവിനും സാധിക്കും. അതുകൊണ്ടാണ് വ്യാസദേവൻ ആരെയും ഉപേക്ഷിക്കാത്തത്. അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. വ്യാസദേവന്റെ ഡെഫിഷ്യൻസി എന്താണ് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. കൃഷ്ണ, ഒരു മിനിറ്റ് ബ്രോ. കൃഷ്ണ കേൾക്കാം? കേക്കാം കേക്കാം കേക്കാം. മാജി, നമുക്ക് ഈ സത്വഗുണത്തിൽ എങ്ങനെ നമുക്ക് ഉയരാൻ പറ്റും മാജി? നമുക്ക് സത്വഗുണത്തിൽ ഉയരാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഗുണത്തിനെ സത്വഗുണത്തിലേക്ക് ഉയർന്ന് ഭക്തിക്ക് യോഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസും ചാൻഡിങ്ങും തന്നിരിക്കുന്നത്. കാരണം ചാൻഡിങ് എന്ന് പറയുന്നത് ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. ഭഗവാന്റെ നാമം എന്ന് പറയുന്നത് എന്താണ്? ഒരു കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഇപ്പോ വളരെ അഴുക്ക് വരേണ്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നാമം ജപിക്കും തോറും നമ്മളുടെ ഹൃദയത്തിലുള്ള അനർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ മാറുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഹൃദയം ശുദ്ധമാകും. നിയാമക തത്വങ്ങൾ അനുസരിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ ശുദ്ധമാകും. പ്രസാദം കഴിക്കുമ്പോൾ നമ്മളുടെ ഭക്ഷണം ശുദ്ധമാകും. അപ്പൊ അങ്ങനെ പടിപടിയായിട്ട് നമ്മുടെ കോൺഷ്യസ്നസ്, അവബോധം ശുദ്ധമാകും. ആ അവബോധം ശുദ്ധമാകുമ്പോൾ നമുക്ക് സത്വഗുണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാകുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമുള്ള പ്രോസസ്സ് പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ?
എല്ലാവരും വരിക. നമുക്ക് മാതാജിയോട് ആദരവപൂർവ്വം നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദ की हरिनाम संकीर्तन यज्ञ की, हरे कृष्णा महामंत्र की, श्रील प्रभुपाद की जय, श्री आनंद पद्मनाभ स्वामी की जय. ഹരേ കൃഷ്ണ. പ്രഭു, ആരോ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു പ്രഭു. എല്ലാരെയും അൺമ്യൂട്ട് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഗംഗാനാഥ ഗോവിന്ദദാസ് പ്രഭു അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു, ഗംഗാനാഥ് പ്രഭു എന്തെങ്കിലും? ഹരേ കൃഷ്ണ. ഒരു കാര്യം ക്ലാരിറ്റി വേണമായിരുന്നു. അതായത് മാതാജി പറഞ്ഞില്ലേ ചരിത്രവും ഇതിഹാസവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം? ചരിത്രം, ഇതിഹാസം എന്ന് പറയുന്നത്, മഹാഭാരതം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ആണെന്നാണ് നമ്മൾ ലാസ്റ്റ് ശ്ലോകത്തില്. യെസ്, ഇത് 25ാമത്തെ ശ്ലോകം. ഭാരതാം ആഖ്യാനം ഹിസ്റ്റോറിക്കൽ ഫാക്ട് എന്ന് പ്രഭുപാദ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം മഹാഭാരതം എന്ന് പറയുന്നത് ചരിത്രമാണെന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചരിത്രം ആക്ച്വലി നമുക്ക് അതിന്റെ ശേഷിപ്പുകൾ കിട്ടും. മഹാഭാരതത്തിന്റെ ശേഷിപ്പുകള്. അപ്പൊ ഇതിഹാസമാണെങ്കിലോ സെയിം തന്നെയല്ലേ പ്രഭു? ഇതിഹാസം എന്ന് പറയുന്നത് രാമായണം മഹാഭാരതം ഒക്കെ ഇതിഹാസം, രണ്ടും ചരിത്രം തന്നെയല്ലേ? അതിനെ തന്നെയാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇതി ഭാരതം ആഖ്യാനം എന്ന് പറയുന്ന മഹാഭാരതം എന്ന് പറയുന്നത് ഇതിഹാസം തന്നെയല്ലേ? രാമായണം, മഹാഭാരതം ഇതൊക്കെ ഇതിഹാസം. മറ്റു പുരാണം, ഭാഗവതം, അങ്ങനെ 18 പുരാണങ്ങൾ നമ്മൾ നാളെ പറയും എന്തൊക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ പറയും. പുരാണങ്ങളുടെ പേര് ഇനി പറയാനുണ്ട്. അതിനെ വന്നിട്ട് നമ്മൾ ചരിത്രം എന്ന് പറയുന്നില്ല. ഇതിനകത്ത് നമ്മൾക്ക് ശേഷിപ്പുകൾ, അതായത് ഈ കലിയുഗത്തിലും നമ്മൾ ഈ പ്രകാരം എങ്ങനെയാണോ അവശേഷിപ്പുകൾ കണ്ടുപിടിക്കുന്നത്, ആ തരത്തിൽ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ വന്നിട്ട് ഇതിഹാസം എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനെയാണ് ചരിത്രാവശേഷിപ്പുകൾ എന്ന് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പൊ മഹാഭാരതം, രാമായണം എന്ന് പറയുന്നത് ഇതിഹാസം എന്ന് പറയാൻ കാരണം അത് ഹിസ്റ്ററി ആയതുകൊണ്ടാണ്. പക്ഷെ പുരാണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഒരു യുഗത്തിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോ അതിന്റെ ശേഷിപ്പുകൾ കിട്ടാൻ സാധ്യതയില്ല. ആ യുഗം സത്യയുഗത്തിൽ നടന്നു. ഇപ്പൊ ഭാഗവതം, അതില് നരസിംഹമൂർത്തിയുടെ അവതാരം ഇനി ഒരു പ്രപഞ്ചത്തില്, ഇനി ഒരു യുഗത്തിൽ നടന്നത്. ഗജേന്ദ്രമോക്ഷം ഇനി ഒരു പ്രപഞ്ചത്തിൽ, ഇനി ഒരു യുഗത്തിൽ നടന്നത്. അതിന്റെ അവശേഷിപ്പുകൾ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ചരിത്രപരമായിട്ടുള്ള, അല്ലെങ്കിൽ അത് നടന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അതിനെ ഇതിഹാസം എന്ന് പറയില്ല, അതിനെ പുരാണം എന്നേ പറയുകയുള്ളൂ. അങ്ങനെയാണ് പ്രഭുപാദ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറയുന്നത് ധർമ്മം എന്നാൽ എന്താണ് മാതാജി? നമ്മുടെ ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്നാണ് ധർമ്മത്തിനെ വിവേചിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഭഗവാൻ നൽകുന്നത് എന്താണോ, നിർദ്ദേശം എന്താണോ, അതാണ് ധർമ്മം. ആക്ച്വലി ധർമ്മം ഏതാണ് മാതാജി? നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം ഏതാണ് മാതാജി? പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ധർമ്മ പ്രോചിത കൈത്തവോ, നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നു, ഒരു ജീവാത്മാവിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭാഗവത ധർമ്മം, അതായത് ഭക്തൻ എന്ന രീതിയിൽ അയാൾ പ്രവർത്തിക്കേണ്ട ധർമ്മമാണ്. ബാക്കി എല്ലാ ധർമ്മങ്ങളും ഉണ്ട്, സെക്കൻഡറി ആണ്. ധർമ്മ പ്രോചിത കൈത്തവോ അത്ര പരമോ നിർമത്സരാണാം. അതായത് പ്രോചിത ധർമ്മങ്ങൾ, ഈ തരത്തിലുള്ള നമ്മളുടെ സൊസൈറ്റി, നാഷൻ, പിന്നെ എന്താണ്, വ്യക്തികൾ, സമൂഹം, രാജ്യം, യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം, അതിനെ എല്ലാത്തിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ധർമ്മം തന്നെയാണ്. പക്ഷെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭക്തൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കടമയാണ്. അതാണ് നമ്മൾക്ക് ഏറ്റവും പരമനായിട്ടുള്ള വ്യക്തി ആരാണ്? ഭഗവാൻ. ഭഗവാനും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബാക്കി എല്ലാം താത്കാലികമാണ്. ഇത് മാത്രമേ പെർമനന്റ് ഉള്ളൂ.
ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധമാണ് പെർമനന്റ്. ബാക്കി എല്ലാം താൽക്കാലികമാണ്. ഈ ജന്മം, അടുത്ത ജന്മം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാരും നമ്മളുടെ ധർമ്മത്തിന്റെ പരിധിയിൽ ഇവരുടെ ഒരു സർവീസും വരികയില്ല. എന്റെ അച്ഛൻ, അമ്മ, സഹോദരന്മാർ, സഹോദരിമാർ, കുടുംബം, കുട്ടികൾ, ഇതെല്ലാം ഈ ജന്മത്തിൽ ഞാൻ ചെയ്യുന്ന കർത്തവ്യത്തിൽ മാത്രമേ എന്റെ ധർമ്മം വരികയുള്ളൂ. അതുകൊണ്ടാണ് പരോധർമ്മം എന്ന് പറയുന്നത് ഇതല്ല എന്ന് പറയുന്നത്. നമ്മളുടെ ധർമ്മം നമ്മൾ ഉപേക്ഷിക്കുക എന്നല്ല പറയുന്നത്. ധാർമ്മികമായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ച് പ്രിമച്വർ പരമഹംസരാകാനല്ല പറയുന്നത്. ഇതിനെ വളർത്തിയെടുക്കുക. അപ്പോ എന്താകും? ഇതും നോർമലി തന്നെ നമ്മൾ ചെയ്യാൻ പ്രാപ്തരായി മാറുമെന്നാണ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ഇതുപോലെ ഇപ്പൊ നമ്മള് ബ്രാഹ്മണരായി ജനിക്കുന്നു. അപ്പൊ നമ്മൾ മുൻ ജന്മത്തിൽ ചെയ്ത സത്വഗുണത്തിന്റെ ഇതല്ലേ അത് വരുന്നത്? ഫലമല്ലേ ഈ നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ വളരെ വലിയ ഒരു പിന്നെ എന്താണ് വളരെ വലിയ ഒരു, കാരണം മനുഷ്യജന്മം എന്ന് പറയുന്നത് പ്രത്യേകതയുള്ള ജന്മമാകുന്നത് തന്നെ, അത് ഒരു മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ നമ്മൾ പുണ്യം ചെയ്തവരായിരിക്കണം. പക്ഷേ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് കണ്ട്യൂസീവ് ആണെന്ന് പറയും. കണ്ട്യൂസീവ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ അനുകൂലമാകുക എന്ന്. അവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോ ഉയർന്ന ധനസ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു, നല്ല ബുദ്ധിശക്തി ഉണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല സ്വഭാവമുണ്ട്, ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു സത്വം, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന എന്തോ ഒരു പുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ്. ഇത് കണ്ട്യൂസീവ് ആണ്. കാരണം ഇനി ധനം നേടാനോ ബുദ്ധിശക്തിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ അതിനോ ഇതിനോ വേണ്ടിയിട്ടോ ഒന്നും നിങ്ങൾക്ക് സമയം ചെലവഴിക്കേണ്ട ആവശ്യം വരില്ല. എന്തിനാണ് സമയം ചെലവഴിക്കുക? ഇത്ര ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു കാര്യത്തിനെ വേണ്ടി ശ്രമിക്കാനുള്ള അവസരമാണ്. ആ അവസരത്തിനെ കണ്ട്യൂസീവ് എന്ന് പറയും, അതായത് സാഹചര്യങ്ങൾ അനുകൂലം എന്ന് പറയും. പക്ഷേ അത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും നോർമലി ഞാനൊരു വളരെ ഓർത്തഡോക്സ് ബ്രാഹ്മണന്റെ കുലത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചു. അദ്ദേഹം നോർമലി വേദപഠനം നടത്തും, നോർമലി മത്സ്യമാംസാദികൾ ഭക്ഷിക്കുകയില്ല, നോർമലി ആരെ വർഷിപ്പ് ചെയ്യും, വിഷ്ണു ഭക്തനായിരിക്കും യൂഷ്വലി. പിന്നെ അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത് വളരെയധികം എന്തില് ആയിരിക്കും? ബ്രാഹ്മണ ഗുണങ്ങളുള്ള ആളാണെങ്കിൽ. അങ്ങനെ ഉള്ള ഒരു ഫാമിലിയിൽ ജനിക്കുന്ന കുട്ടികൾക്കും കണ്ട്യൂസീവ് ആണ്. കണ്ട്യൂസീവ് എന്ന് പറഞ്ഞാൽ സാഹചര്യം അനുകൂലമാണ്. എന്തിന്? ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വരാൻ, അവർക്കും എന്ത് നേടാൻ? ആ ഗുണങ്ങൾ ആർജിക്കാൻ. അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ നല്ലതാണ്. പക്ഷേ അങ്ങനെയുള്ള ഫാമിലിയിലും എന്ത് സംഭവിക്കും? വഴിതെറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, വഴിതെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഈ ഫാമിലിയിൽ ജനിച്ചിട്ടും നോൺ വെജും കഴിക്കാതെ ഈ അമ്പലത്തിലും പോയിട്ട് വേദങ്ങളും അഭ്യസിക്കാൻ വേണ്ടി എത്ര അധികം നമ്മൾക്ക് ആ ഒരു അവസരം കിട്ടിയാലും അതെല്ലാം കളഞ്ഞിട്ട് നേരെ തമോ ഗുണത്തിൽ ചെന്ന് വീഴുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ കണ്ട്യൂസീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടിയാൽ എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ജീവാത്മാവിനുണ്ട്. അപ്പോ കിട്ടിയത് ഭാഗ്യമാണ്, പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു പ്രയത്നം എന്നിട്ട് ജീവാത്മാവിന് ചെയ്യാൻ പറ്റുകയുള്ളൂ. വേറെ ആർക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഉത്തരവാദിത്വം ജീവാത്മാവിന്റെയാണ്. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. വേറെ ആരെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം.